സോ DNA റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കണതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തേക്കണേ. അപ്പോൾ നമുക്കൊന്ന് പിക്ചറിലൂടെ ആ റെപ്ലിക്കേഷൻ്റെ പ്രോസസ്സുകൾ ഓൾ ടുഗദർ ഒന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ 5' to 3'. അതായത് 3' to 5' ആൻഡ് ആൻറ്റി പാരലൽ ആയിട്ടുള്ള 3' to 5', 3' to 5', അതുപോലെ 5' to 3' ആൻറ്റി പാരലൽ ഡയറക്ഷനിലുള്ള DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ എൻസൈം വരികയും അപ്പോൾ ഇവിടെ ഇടയിലുള്ള ഈ രണ്ട് സ്ട്രാൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബേസ് പെയറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ആവുകയും അതിനുശേഷം രണ്ട് സിംഗിൾ സ്ട്രാൻഡായിട്ട് മാറുകയും ചെയ്യുന്നു. ഹെലിക്കേസ് എൻസൈം വന്നിട്ട് ആ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് സിംഗിൾ സ്ട്രാൻഡായിട്ട് മാറുന്നു. അതിനുശേഷം അവിടെ ടോപ്പോഐസോമറേസ് ഈ സിംഗിൾ സ്ട്രാൻഡിൽ ഉണ്ടായ ആ ടെൻഷൻ റിലീവ് ചെയ്ത് ഇവിടെ സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീനുകൾ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഡയഗ്രത്തിൽ കാണിക്കുന്നതല്ല, ബട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് കാരണമാണ് ഇതിങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ വൈ ഷേപ്ഡ് സ്ട്രക്ചർ, അതായത് റെപ്ലിക്കേഷൻ ഫോർക്ക്. സോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ഓറൈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിലാണ്. സോ ബാക്കിയുള്ള അത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് നിൽക്കുന്നു. ഇവിടെ മാത്രം അത് എന്തായിരുന്നു വൈൻഡഡ് DNA ഈ രണ്ട് ഭാഗത്തായിട്ട് അൺവൈൻഡഡ് DNA ആയിട്ട് മാറി. ബിക്കോസ് ഹെലിക്കേസ് വന്ന് ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് അൺവൈൻഡഡായി സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് വന്ന് അവിടെ നിൽക്കുന്നു. സോ നമ്മുടെ ഹെലിക്കേസ് എൻസൈം ഇങ്ങനെ പോയി ഇവിടെ എത്തി. അങ്ങനെ ഈ സ്ട്രാൻഡുകളെ ഇവിടെയുള്ള സ്ട്രാൻഡുകൾ ഓരോന്ന് വിടിയിച്ചാണ് ഈ സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട് മാറി രണ്ട് ബ്രേക്ക് ചെയ്ത്. ഇനി ഈ സ്ട്രാൻഡിൽ നമ്മൾ പറഞ്ഞു ഇനി എന്താണ് നമുക്ക് സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ DNA പോളിമറൈസ് എൻസൈമാണ് ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ DNA പോളിമറൈസ് എൻസൈമിന് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവിടെ ആര് വരുന്നു നമ്മൾ പറഞ്ഞു RNA പ്രൈമർ വരുന്നു പറഞ്ഞു. RNA പ്രൈമറിനെ ആരാണ് കൊണ്ടുവന്നത്? പ്രൈമേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് RNA കൊണ്ടുവന്നത്. ആ ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് RNA നമ്മൾ പറയുന്ന പേര് RNA പ്രൈമർ, ഒരു സാധനം ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട്. സോ ഈ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? RNA പ്രൈമറാണ്. എന്താണ് RNA പ്രൈമറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്? RNA പ്രൈമറിന് ഫ്രീ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഫ്രീ ആയിട്ടുള്ള 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്ക് നമ്മൾക്ക് ഇനി വരുന്ന ആ പോളിമറൈസേഷന് സഹായിക്കുന്ന DNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള DNA പോളിമറൈസ് എൻസൈമിന് ആ ഫ്രീ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്ക് ന്യൂക്ലിയോടൈഡുകളെ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് അതൊരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ന്യൂ സ്ട്രാൻഡാക്കി മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ DNA സിന്തസിസ്. അപ്പം നമ്മുടെ രണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളാണ് ഈ റെപ്ലിക്കേഷൻ ഫോർക്കായിട്ട് നിൽക്കുന്നത്. അതിൽ നമ്മുടെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് 3' to 5' ആണ്. ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി പാരൻ്റൽ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഇതാ. അപ്പോൾ ഈ റെഡാണ് നമ്മൾ കാണിച്ചിട്ടുള്ള ടെംപ്ലേറ്റ് DNA അല്ലെങ്കിൽ പാരൻ്റൽ സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് DNA അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുക പാരൻ്റൽ സ്ട്രാൻഡ് എന്ന് പറയും. ഈ പാരൻ്റൽ സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണ്? 3' to 5' ആണ്. ഈ സ്ട്രാൻഡിൽ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, അവിടെയുള്ള സിന്തസൈസ് ഒരു പ്രോബ്ലം ഇല്ലാതെ ഈ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യും. അപ്പോഴും ആദ്യം വരുന്നത് ഈ പറഞ്ഞ 3' എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നിടത്താണ് നമ്മുടെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ RNA പ്രൈമർ എന്ത് ചെയ്യും? RNA പ്രൈമർ ഒരു ചെറിയ ഷോർട്ട് സ്ട്രെച്ച്, ഈ ബ്ലൂ കളർ കാണിച്ച ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് RNA സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചത് RNA പ്രൈമർ. ഈ ചെറിയൊരു കട്ടയാണ് നമ്മൾ കാണിച്ചിട്ടുള്ള RNA പ്രൈമർ. ചെറിയ RNA പ്രൈമറിനെ ആ സ്ട്രെച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൈമേസ് എൻസൈമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ RNA പ്രൈമറിൻ്റെ പ്രത്യേകത എന്താ? ഫ്രീ ആയിട്ടുള്ള 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളുണ്ട്. ആ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് മേലെ നമ്മുടെ DNA പോളിമറൈസ് എൻസൈം ഈ ടെംപ്ലേറ്റിനനുസരിച്ച് ബേസ് പെയറുകളെ ആഡ് ചെയ്യുന്നു. ഇവിടെ അഡിനാണെങ്കിൽ ഇവിടെ തൈമിൻ, ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ, ഇവിടെ തൈമിൻ ആണെങ്കിൽ ഇവിടെ അഡിനിൻ, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ ഗ്വാനിൻ. അങ്ങനെ ന്യൂക്ലിയോടൈഡുകളെ 1 by 1 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിന്തസിസ്, കണ്ടിന്യൂസ് ഒരു സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പോളിമറൈസ് എൻസൈമിൻ്റെ ആ ഒരു കാറ്റലൈറ്റിക് ആക്ടിവിറ്റി ഡയറക്ഷൻ ഏതാണ്? 5' to 3'. ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മുടെ DNA പോളിമറൈസ് എൻസൈമിന് പോളിമറൈസേഷൻ അല്ലെങ്കിൽ കാറ്റലൈസേഷൻ റിയാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ഈ സ്ട്രാൻഡിന് പ്രശ്നമില്ല, ബിക്കോസ് ഈ സ്ട്രാൻഡ് 3' to 5' എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് പൊളാരിറ്റിയിലാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും?
5' to 3' ഒരു പുതിയ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതും നമ്മുടെ പോളിമറേസ് എൻസൈമിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. സോ നമ്മുടെ RNA പ്രൈമർ സിന്തസൈസ് ചെയ്ത് അതിൻ്റെ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ന്യൂക്ലിയോടൈഡുകൾ ഈ ടെംപ്ലേറ്റിൻ്റെ അനുസരിച്ച് ബേസുകൾ അനുസരിച്ച് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഏത് ഡയറക്ഷനിലാണ്? 5' to 3'. അപ്പോൾ നമ്മുടെ ഒരു പാരലൽ സ്ട്രാൻഡ്, ഒരു ഡോട്ടർ സ്റ്റാൻഡ്. നമ്മുടെ സെമി കൺസർവേറ്റീവ് മോഡ് റെപ്ലിക്കേഷൻ ഇവിടെ ക്ലിയർ ആയി. ഒരു DNA മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാരലൽ സ്ട്രാൻഡ് കൺസേർവ് ചെയ്തുകൊണ്ട് ഒരു ഡോട്ടർ സ്റ്റാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെമി കൺസർവേഷൻ. അപ്പോൾ ഈ സ്ട്രാൻഡിൽ പ്രശ്നമൊന്നുമില്ല. ഇത് RNA പ്രൈമർ പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്നു. 5' to 3' പോളിമറൈസേഷൻ ആക്ടിവിറ്റി നടക്കുന്നു. പുതിയ സ്ട്രാൻഡിനും 5' to 3' ഡയറക്ഷനിൽ തന്നെ. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. ഈ വൈ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്ന റെപ്ലിക്കേറ്റിംഗ് ഫോർക്ക്. അടുത്ത സ്ട്രാൻഡിലാണ് പ്രശ്നം. അടുത്ത സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണ്? 5' to 3'. മറ്റേൻ്റെ പൊളാരിറ്റി 3' to 5'. അപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാവുന്നത് 5', 3'. പ്രോബ്ലം ഇല്ല. ബിക്കോസ് പോളിമറൈസേഷൻ ആക്ടിവിറ്റി 5', 3'. പുതിയ സ്ട്രാൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. ബട്ട് ഇവിടുത്തെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി ഏതാണ്? 5' to 3' ആണ് ഇതിൻ്റെ പൊളാരിറ്റി. സോ ഇതേപോലൊരു സ്ട്രാൻഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നോക്കിയേ, ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ പോകണു. സോ റെപ്ലിക്കേഷന് സംഭവിക്കുമ്പോൾ അവിടെ പുതിയ സ്ട്രാൻഡുകൾ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഈ പുതിയ സ്ട്രാൻഡ് ഈ ഡയറക്ഷനിലാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റിൻ്റെ പുതിയ സ്ട്രാൻഡ് ഈ ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി നോക്കൂ, 5' ആണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5' ആണ്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ഇവിടുന്ന് 3' to 5' പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, നമ്മുടെ RNA പ്രൈമറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഒരു ഫ്രീ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതിന് ടെംപ്ലേറ്റിൽ എന്തുണ്ടായിരിക്കണം? ഒരു 3' OH ഉണ്ടായിരിക്കണം. ഇവിടെ 3' ഹൈഡ്രോക്സിൽ 3' ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ RNA പ്രൈമറിന് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ 5' ആണ്, അവിടെ ഫ്രീ അല്ല, അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല, ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഇവിടെ നിന്നുള്ള ഡയറക്ഷൻ സാധ്യമല്ല. ബിക്കോസ് ഇവിടെ 5' ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല. ഇവിടെയാണെങ്കിൽ ടെംപ്ലേറ്റിൽ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിൽ നടക്കുള്ളൂ. ഇതിൻ്റെ 3' എവിടെയാണ് കിടക്കണേ? ഇവിടെയാണ് കിടക്കണേ. ഈ 5' to 3' ഇവിടെയാണ് കിടക്കണേ. സോ ഈ ഡയറക്ഷനിൽ മാത്രമേ അത് ഫോം ചെയ്യുള്ളൂ. ഈ ഡയറക്ഷനിൽ ഫോം ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ സംഭവിക്കുന്നതോട് പറഞ്ഞാൽ കുറേ RNA, ഇത് RNA പ്രൈമറാണ്, ഇത് RNA പ്രൈമറാണ്, ഇത് RNA പ്രൈമറാണ്. സ്മോൾ സ്ട്രെച്ചസ് ഓഫ് RNA പ്രൈമറുകൾ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരൊറ്റ RNA പ്രൈമർ മതി. ബിക്കോസ് ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ RNA പ്രൈമർ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു RNA സ്ട്രെച്ചാണ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാൻ, കോംപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റി. ബട്ട് ഇവിടെ നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5' to 3' ആണ്. ആ ടെംപ്ലേറ്റ് ഇവിടെ 5' ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിൻ്റെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. സോ റെപ്ലിക്കേഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പുതിയ സ്ട്രാൻഡ്, ഈ ഡയറക്ഷനിലാണ് പുതിയ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ടെംപ്ലേറ്റിൽ ഈ ഡയറക്ഷനിലാണ് പുതിയ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഡോട്ടർ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ അവിടെ RNA പ്രൈമറുകൾ വീണ്ടും 1, 2, 3 അങ്ങനെ കുറേ RNA പ്രൈമറുകളുടെ ഷോർട്ട് സ്ട്രെച്ചസ് വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുകയും RNA പ്രൈമറിൻ്റെ 3' ഹൈഡ്രോക്സിലിൽ ചെറിയ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകൾ DNA പോളിമറൈസ് എൻസൈം ആഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ അവിടെ ഈ ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് സെഗ്മെൻറ്റുകളെ നമ്മൾ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞതാണ് ഒക്കാസാക്കി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് ഈ സ്ട്രെച്ചുകൾ ചെറുതുണ്ടാവുന്നതുകൊണ്ട് നമ്മളതിനെ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ 3000 to 4000 ന്യൂക്ലിയോടൈഡുകളാണ്. ഒരു 3000 തൊട്ട് 4000 വരെ ന്യൂക്ലിയോടൈഡുകളാണ് നമ്മൾ പറയുന്ന ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ. സോ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ഈ RNA പ്രൈമറുകളുമേ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്, വീണ്ടും RNA പ്രൈമർ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്, വീണ്ടും RNA പ്രൈമർ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് ഒന്നുമല്ല, ന്യൂക്ലിയോടൈഡുകൾ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ അത് ഷോർട്ടായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളാണ്. ഓരോ RNA പ്രൈമറുമേയും 3' ഹൈഡ്രോക്സുമേ ന്യൂക്ലിയോടൈഡുകൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നു. പക്ഷേ കണ്ടിന്യൂസ് അല്ല എന്ന് മാത്രം.
ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് RNA പ്രൈമറുകളുമാണ് ഈ പറഞ്ഞ 3000 തൊട്ട് 4000 വരെയുള്ള ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ജോയിൻ ചെയ്യുന്നത്. സോ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റിലാണ് ഈ പറഞ്ഞ ബാക്കി കാണുന്ന സ്ട്രാൻഡ്. RNA പ്രൈമർ ഒക്കാസാക്കി, RNA പ്രൈമർ ഒക്കാസാക്കി, RNA പ്രൈമർ ഒക്കാസാക്കി, 3000 തൊട്ട് 4000. ഇങ്ങനെ ഷോർട്ട് RNA പ്രൈമറും പിന്നെ ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് ഒക്കാസാക്കി 3000 തൊട്ട് 4000 വരെയുള്ള ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് തന്നെ ആ DNA ന്യൂക്ലിയോടൈഡുകളും. അവിടെയും ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഈ ടെംപ്ലേറ്റിൽ എന്താണോ ബേസ് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെയാണ് ഇവിടെയും ഉള്ള ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ഫോം ചെയ്യുള്ളൂ. അഡിനാണെങ്കിൽ തൈമിൻ, ഗ്വാനിനാണെങ്കിൽ സൈറ്റോസിൻ. ആ ATGC ആ ഇതിൽ തന്നെയായിരിക്കും എന്ത് ഫോം ചെയ്യുള്ളൂ? പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് നിർത്തി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഇവിടെ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത്. ഇത് ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡാണ് ഇത്. ബട്ട് ഈ ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് കണ്ടിന്യൂസും ഈ ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി നോക്കൂ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രാൻഡ് നമ്മൾ പറഞ്ഞ 3' to 5' ഡയറക്ഷനിലുള്ള ഒരു ടെംപ്ലേറ്റിൽ ഒരു കുഴപ്പവുമില്ലാണ്ട് 5' to 3' ഡയറക്ഷനിൽ എന്ത് ഫോം ചെയ്തു? നമ്മുടെ ന്യൂ ഡോട്ടർ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്തു 5' to. അത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്കുമില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ, കണ്ടിന്യൂസ് സിന്തസിസ് ഓഫ് DNA എന്ന് പറയും. അതിനെ ലീഡിങ് സ്ട്രാൻഡ് ലീഡ് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്കുമില്ലാതെ ഫോം ചെയ്യുന്നു. അതിനുശേഷം ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് പ്രോബ്ലം വന്നത്. 5' to 3' പൊളാരിറ്റിയുള്ള ടെംപ്ലേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് RNA പ്രൈമർ ഒക്കാസാക്കി, എഗെയിൻ RNA പ്രൈമർ ഒക്കാസാക്കി, RNA പ്രൈമർ ഒക്കാസാക്കി. സോ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള സിന്തസൈസ് ബ്രേക്ക് ചെയ്ത് ഡിസ്കണ്ടിന്യൂസ് എന്ന് ഈ ന്യൂലി സിന്തസൈസറിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് പറയുന്നു. അതിനെ നമ്മൾ നിർത്തിയാണ് ആ സിന്തസൈസ് പോകുന്നത്. ലാഗിങ്, ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലീഡിങ് സ്ട്രാൻഡ്, ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഷോർട്ട് സ്ട്രെച്ചസ് RNA ഒക്കാസാക്കി, അങ്ങനെ ഫോം ചെയ്തുകൊണ്ട് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നു. സോ DNA റെപ്ലിക്കേഷൻ്റെ ഒരു സ്ട്രാൻഡ് പുതിയ ഫോം ചെയ്യുന്ന ഡോട്ടർ സ്ട്രാൻഡ് ലീഡിങ്ങും വേറെ ടെംപ്ലേറ്റിൽ ഫോം ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ലാഗിങ് സ്ട്രാൻഡും ആണ്. രണ്ടിലും ഒരേപോലെയല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും പൊളാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊളാരിറ്റി ഇങ്ങനെ ഈ ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ പൊളാരിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ബിക്കോസ് ടെംപ്ലേറ്റിൻ്റെ പൊളാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ന്യൂ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെയും നമുക്ക് കാണാം പാരൻ്റൽ സ്ട്രാൻഡ്, ഡോട്ടർ സ്ട്രാൻഡ്, പാരൻ്റൽ സ്ട്രാൻഡ്, ഡോട്ടർ സ്ട്രാൻഡ്, പാരൻ്റൽ സ്ട്രാൻഡ് സെമി അങ്ങനെ പകുതി നിൽക്കുന്നു, പുതിയൊരു ഡോട്ടർ, സെമി കൺസർവേറ്റീവ് മോഡ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇങ്ങനെ കുട്ടി പീസുകളായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഗമ്മ് പോലെ ആക്ട് ചെയ്യുന്നത് വേറൊരു എൻസൈമാണ് DNA ലൈഗേസ്. DNA ലൈഗേസുകൾ ഈ ഷോർട്ട് 3000 തൊട്ട് 4000 വരെ ന്യൂക്ലിയോട്ടായിട്ടുള്ള ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകളെ DNA ലൈഗേസ് ജോയിൻ ചെയ്യിക്കുന്നു. അപ്പോൾ നമ്മുടെ RNA പ്രൈമറിൻ്റെ അവിടെ ആവശ്യമില്ല. ആക്ച്വലി RNA പ്രൈമർ എന്തിനു വേണ്ടിയാണ് വന്നത്? ജസ്റ്റ് ടു ഇനീഷ്യേറ്റ് DNA റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ RNA പ്രൈമർ പ്രൈമേസ് എൻസൈം സിന്തസൈസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്തതിന് ശേഷം DNA പോളിമറൈസ് എൻസൈം ഈ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്തതിന് ശേഷം RNA പ്രൈമറിന് അവിടെ ആവശ്യമില്ല. ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ജോയിൻ ചെയ്യുകയും DNA ലൈഗേസ് വെച്ച് ഈ RNA പ്രൈമറുകളെ റിമൂവ് ചെയ്യുന്നു. RNA പ്രൈമറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ബിക്കോസ് നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത് എന്താണ്? DNA ആണ് സിന്തസൈസ് ചെയ്യുന്നത്. DNAയുടെ ന്യൂക്ലിയോടൈഡുകളെയാണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് ഇത് DNA റെപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള RNA പ്രൈമറുകളെ റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പോൾ അവിടെ എന്താണ് RNA പ്രൈമറുകൾ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പുകൾ വരുമല്ലോ, ആ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യുന്നത് DNA സിന്തസൈസ് വഴി. സോ DNA സിന്തസൈസ് DNA ഫോം ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പുകളൊക്കെ റിമൂവ് ചെയ്ത് അത് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഒരു സ്ട്രാൻഡ്, ഒരു പുതിയ ഡോട്ടർ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്തത്.